എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ വേടൻ എന്ന ഒരു കലാകാരനെ കുറിച്ചാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു കുതിപ്പായിരുന്നു. ചെറിയൊരു കാലം കൊണ്ട് ലക്ഷങ്ങൾ ആരാധിച്ചു പോന്ന ഈ കലാകാരൻ എത്ര കണ്ട് സ്പീഡിൽ കുതിച്ചുയർന്നോ അത്ര കൊണ്ട് സ്പീഡിൽ നിലംപതിക്കുകയും ചെയ്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. വേടൻ, പുലയൻ, പറയൻ എന്ന വാക്കുകൾ ഉപയോഗിച്ച് അത് കവിതയോ പദ്യമോ ഗദ്യമോ എന്തോ അതൊന്നും അറിയില്ല, പലതും കൂടെ കൂട്ടിയിണക്കി കണ്ണിഞ്ചിപ്പിക്കുന്ന ദീപങ്ങളും ഇടിവെട്ട് സംഗീതവുമായി പാട്ടുമല്ല സംഗീതമല്ലാത്ത രീതിയിലുള്ളൊരു അവതരണ ശൈലി. കറുത്ത ഉടുപ്പുകളും പുലിനകം വെച്ച മാലയും ഒക്കെ നന്നായി ത്രസിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഏറ്റവും കൂടുതൽ വേടൻ്റെ പരിപാടികൾ കാണാനെത്തുന്നത് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർ ഈ വേടൻ്റെ അഭ്യാസങ്ങളും കലാപ്രകടനങ്ങളും കണ്ടാൽ അവർ മയക്കുമരുന്ന് കഴിച്ചില്ലെങ്കിലും കഴിച്ചതുപോലുള്ള ഒരു അനുഭൂതിയാണ്. അതിനെ ഒരു സ്പിരിച്വലാണ്. കാരണം വേടൻ തന്നെ പറഞ്ഞു, ഈ വേടൻ മദ്യപിക്കുമായിരുന്നു, മയക്കുമരുന്ന് കഴിക്കുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു ആവേശം ഉണ്ടാക്കുന്ന ഇതാണ്. ഇനി എത്ര പേർ മയക്കുമരുന്ന് കഴിച്ചാണ് ഈ വേടൻ്റെ പരിപാടി കാണാൻ വരുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഈ വേടൻ എന്നുള്ളൊരു പേരുപയോഗിച്ച് എത്ര പ്രോഗ്രാം നടന്നു. അതിലുപരി എത്ര പെൺകുട്ടികൾ ഈ വേടനിൽ അനുരാഗികളായി ഇപ്പോൾ അതിൻ്റെ കഥകളാണ് കൂടുതലും പുറത്തു വരുന്നത്. എന്തിനു പറയുന്നു, ഒരു യുവ ഡോക്ടർ വരെ ഈ വേടൻ്റെ വലയിൽപ്പെട്ടു പീഡനത്തിന് വരെ ഇരയായി ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഇത് പലർക്കും അറിയാത്ത ഒന്നാണ്. ഈ വേടൻ എന്ന പദം അതത്ര മോശമായ പദമല്ല. വേടൻ എന്നുള്ളത് മനുഷ്യർ വെറുക്കപ്പെട്ട ഒന്നാണ്, മനുഷ്യർ അംഗീകരിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഈ പല കലാപരിപാടികളും കാണിച്ചത്. എന്നാൽ ഈ വേടൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അറിയില്ല, നാം എല്ലാവരും ആരാധിച്ചു പോകുന്ന ഒരു മഹർഷിയാണ് വാൽമീകി മഹർഷി ശരിക്കും ഒരു വേടനായിരുന്നു. ആ വേടൻ അവസാനം വാൽമീകി മഹർഷിയായി ആകുമ്പോൾ ഈ വേടൻ എന്നുള്ള പദം അതിനെ ഒരു സാധാരണ രീതിയിൽ പലയനും പുറയനും എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഈ തോന്നലുകൾ വളരെ ആഭാസത്തരമെന്ന് തന്നെ പറയാം. കാരണം ജാതി പറഞ്ഞു മനുഷ്യനെ കൂട്ടി ഇങ്ങനെയുള്ള തരികിട പരിപാടികൾ കാണിക്കുക എന്നുള്ളത് ശരിക്ക് കേരള സമൂഹത്തിന് യോജിച്ച ഒന്നുമല്ല. എന്നാൽ ഈ പരിപാടികൾ പൊക്കിപ്പിടിച്ച് അതിന് വേണ്ട പ്രചോദനം നൽകി ആളെ കൂട്ടുക, വലിയൊരു അകമ്പടി കൂടിയ ഈ സെക്യൂരിറ്റികളെയും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോൾ എന്തോ ഈവൻ മൈക്കൽ ജാക്സണിലുപരിയുള്ള ഒരു പ്രദർശന വസ്തുവായിട്ടാണ് പബ്ലിക്കിൻ്റെ ഫണ്ടിൽ ഈ ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടത്. എന്തു തന്നെ എഴുതാനും അത് വലിയ കാലം നീണ്ടു നിന്നില്ല. പലരും പറഞ്ഞിട്ടുണ്ട് ഈ കുതിപ്പ് വളരെ കാലം നീണ്ടു നിൽക്കില്ല. എത്ര സ്പീഡിൽ കുതിക്കുന്നോ അത്രയും സ്പീഡിൽ താഴേക്ക് പതിക്കുകയും ചെയ്യും. അതാണിപ്പോൾ സംഭവിച്ചത്. ഇനി പല സ്ത്രീകളും ഈ വേടനുമായി ബന്ധപ്പെടുക അവിഹിത ബന്ധം പുലർത്തുകയും പലരും അഭിമാനത്തെ ഭയന്നവർ മുന്നിൽ വന്നില്ല. അവസാനം ഒരു ഡോക്ടർ ഇപ്പോൾ മുന്നിൽ കംപ്ലൈൻറ്റുമായി നിൽക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും കേരളത്തിൽ ഇങ്ങനെയുള്ള പല ഗിമിക്സും കാണിച്ചാൽ വിലപം. കാരണം ഈ കേരളം വലിയ ബുദ്ധിശാലികളുടെ നാടാണ്. ഒന്ന്,
ഏറ്റവും കൂടുതൽ ഈ പറ്റിക്കപ്പെടുന്നതും കേരളത്തിലെ ജനങ്ങളാണ്. പല പരിപാടിയും പ്രത്യേകിച്ച് ഈ സാമ്പത്തിക നേട്ടം കൊയ്യാൻ ആരെന്താ പറഞ്ഞാൽ ആട് ഫാം, കോഴി ഫാം, മാട്ട് ഫാം എന്ന് പറഞ്ഞാൽ പന്നി ഫാം, ഇങ്ങനെയൊക്കെ പലതും, മാഞ്ചിയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല സംവിധാനമുണ്ട്. കോടികൾ അടിച്ചു മാറ്റിയതിന്. അതുപോലെ ഒരു വേടൻ്റെതായ കുറേ സംവിധാനമായിട്ട് പുറത്ത് വന്ന് കാട്ടിക്കൂട്ടിയ ഓരോ കളികളും വളരെ അതിശയോക്തിയായിരുന്നു. എങ്കിൽ തന്നെയും അത് വളരെ വൈകാതെ തന്നെ അതെല്ലാം അസ്തമിച്ച തരത്തിലായി കഴിഞ്ഞു. കാരണം ഇനിയെങ്കിലും ഈ ജാതിപ്പേരും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികളുമായി വന്നാൽ ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള കലാപരിപാടികളിൽ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത് ചെറുപ്പക്കാരെ വല്ലാതെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ആട്ടും കൂത്തും കുഴലൂത്തും ഒക്കെ കാട്ടിക്കൂട്ടി ബഹളമൊക്കെ കാണിച്ച് കുറച്ച് വലിയ സെക്യൂരിറ്റി വലയമൊക്കെ ഉള്ളതുപോലെ കാട്ടിക്കൂട്ടി കാണിക്കുന്ന ഈ പരിപാടികൾ ശരിക്കും കേരള സമൂഹത്തിന്, ഈ സാംസ്കാരിക ലോകത്തിന് യോജിച്ച അല്ല. എന്തോ അതിന് പെട്ടെന്നൊരു മങ്ങലേറ്റതും നന്നായിപ്പോയി. കാരണം അതിലൊരു ജെന്യൂനിറ്റി ഇല്ലാത്തതായിരുന്നു. ഈ വേടനൊരു ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കാൻ നാം എത്ര ഉയർന്നാലും നാം അത്ര കണ്ട് സേഫായിരിക്കണം, നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. കാരണം എപ്പോഴും അത് ജനങ്ങളുടെ ഫ്രണ്ടിൽ നാം പ്രസൻറ്റ് ചെയ്യാനും ജനങ്ങളുടെ മുമ്പിൽ നാം നല്ലൊരു ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനും നാം വേടൻ ശ്രമിക്കേണ്ടതായിരുന്നു. അത് ശ്രമിച്ചില്ല. എന്തോ ഒരു തിളപ്പിൽ എന്തൊക്കെയോ സംഭവിച്ചു. എല്ലാം മതിമറന്നുപോയി. ഞാൻ വിചാരിക്കുന്നതാണ് ലോകം, ഞാൻ കാണുന്നതാണ് ലോകം. ഇനി ആ ഒരു യുഗം മൊത്തം അസ്തമിച്ചെന്ന് പറയുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും വീണ്ടും ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങുമ്പോൾ വിഡ്ഢികളാക്കാത്ത രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നടക്കാൻ വേടൻ ശ്രമിച്ചാലും ഇല്ലെങ്കിൽ പല ഭവിഷ്യത്തുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. എന്തായിരുന്നാലും നിങ്ങൾ കാട്ടിക്കൂട്ടിയതെല്ലാം ശരിയെന്ന് പറഞ്ഞില്ല. അതിൽ ഒത്തിരി അപാകതയുണ്ട്. ഏത് മനുഷ്യനും ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ആ സെലിബ്രിറ്റിയുടെ പിന്നാലെ പലതും വരെ ഏറ്റവും ഈ കുറച്ച് വട്ടുപിടിച്ച പെണ്ണുങ്ങൾ കാണും. ഞാനല്ല, വട്ടം എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്. ആരെങ്കിലും ഒന്ന് പ്രസിദ്ധിയാച്ചാൽ എല്ലാവർക്കും അയാളുമായിട്ട് ഒന്നിരുന്നാൽ കൊള്ളാം, അയാളുമായിട്ട് എന്തൊക്കെയൊക്കെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പെൺകുട്ടികളോടും പറയാണ്, ഇങ്ങനെയുള്ളൊരു തോന്നലിലൊന്നും പെടാതിരിക്കുക. വേടനെ പോലെ ഇനിയും വരും 1000 വേടന്മാർ മറ്റു പല വേഷങ്ങളും കെട്ടി. അവരെ സൂക്ഷിക്കുക. അത് വേടൻ എന്ന് പറയുന്നത് തനി വേടന്മാർ ഇങ്ങനെ ഒന്നും കാണിക്കില്ല. വേടൻ എന്താണെന്ന് അറിയാത്തവരാണ് ആ പേരും പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ ഫൂളാക്കാൻ ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുക. കലാകാരന്മാർ അവരാദരിക്കുന്ന ഒക്കെ നല്ലതാണ്. പക്ഷേ എങ്കിലും ഒരു കലാകാരനാകുന്നത് പെട്ടെന്ന് ഇപ്പോൾ ഈ വേടൻ കാട്ടിക്കൂട്ടി ആ ഒരു ഷോർട്ട് ടൈം കൊണ്ട് അത്ര ആർക്കും ഒരു ജനലക്ഷങ്ങളെ ഒന്നൊന്ന് ആസ്വദിപ്പിക്കാൻ, അത്ര ജനലക്ഷങ്ങളുടെ പ്രീതി സമ്പാദിക്കാനോ പറ്റില്ല. കുറച്ച് സമയം വേണ്ടി വരും. സമയം വേണ്ടിയിരുന്നു. അതിനു മുമ്പേ എല്ലാം സ്വന്തമാക്കണമെന്നുള്ള, ഇഷ്ടപ്പെട്ടതെല്ലാം കരസ്ഥമാക്കണമെന്നുള്ള ധാരണ ആ വേടനിൽ കടന്നുകൂടിപ്പോയി. ഇനി ഈ വേടൻ്റെ പേരും പറഞ്ഞു ഇനി അടുത്ത പരിപാടി വരാതിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.